ഇന്ന് നാം അറിയുന്ന ഇസ്ലാം മതത്തിൻ്റെ രൂപീകരണം അത് ഇറാനികളുടെ സംഭാവനയാണ്. നമുക്കറിയാവുന്ന മിക്കവാറും ഉലമാക്കൾ, ആലിമീങ്ങൾ, ഇസ്ലാമിക പണ്ഡിതന്മാർ അവർ പേർഷ്യക്കാരാണ്. പരിശുദ്ധ പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്. സൽമാൻ ഫാരിസി അടക്കമുള്ള കുറച്ച് സ്വഹാബാക്കൾ ഇരിക്കുമ്പോൾ അക്കൂട്ടത്തിലിരുന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വിജ്ഞാനം അത് വിദൂരതയിലുള്ള ഒരു നക്ഷത്രത്തിലായിരുന്നാൽ പോലും ഈ കൂട്ടര് അത് പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഈ സമയത്ത് റസൂല് സൽമാൻ ഫാരിസിയുടെ മേല് കൈവച്ചിട്ട് ഈ കൂട്ടര് എന്നുള്ളത് കൊണ്ട് സൽമാനിൽ ഫാരിസിയുടെ നാട്ടുകാർ അഥവാ പേർഷ്യക്കാരെയാണ് ഉദ്ദേശിച്ചത് എന്നാണ്. അറബി ഭാഷ ക്രോഡീകരിക്കുന്നത് പേർഷ്യക്കാരാണ്. അതിൻ്റെ ഗ്രാമർ, സിൻടാക്സ്, സ്ക്രിപ്റ്റ് ഇതൊക്കെ ഇറാനികളുടെ സംഭാവനയാണ്. ഫാദർ ഓഫ് അറബിക് ഗ്രാമർ സീബാവേ ഇറാനിയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് പേർഷ്യനാണ്. അദ്ദേഹം ഇറാനിയാണ്. അറബിക് ഗ്രാമറിൻ്റെ ആദ്യത്തെ സമഗ്ര ഗ്രന്ഥം രചിക്കുന്നത് അദ്ദേഹമാണ്, സീബാവേ. ഇത് ഭാഷയുടെ കാര്യത്തിൽ. ഇനി ഹദീസ് പണ്ഡിതന്മാരെ നോക്കിയാൽ ഭൂരിഭാഗവും ഇറാനികളാണ്. നമുക്കറിയാവുന്ന ഇമാം ബുഖാരി പേർഷ്യക്കാരനാണ്. ഇമാം മുസ്ലിം നിഷാപൂർ ഇറാനിയാണ്. ഇമാമൻ നിസായി, ഇബ്നു മാജ, ഇമാം അബൂ ദാവൂദ് ഒക്കെ ഇറാനികളാണ്. മദ്ഹബി പണ്ഡിതൻ ഇമാം അബൂ ഹനീഫ ഹനഫി മദ്ഹബിന്റെ പേർഷ്യക്കാരനാണ്. തഫ്സീറിന്റെ ഇമാം തബരി ഇറാനിയാണ്. ജമഖ്ശരി, ഫഖ്റുദ്ദീൻ റാസി പേർഷ്യക്കാരനാണ്, റാസി ഇമാം. അൽ ബൈദാവി, അൽ ബഗവി. ഇനി ഇമാം അൽ അഷ്അരി പേർഷ്യക്കാരനാണ്. ഒസാലി ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഇറാനിയാണ്. ഇസ്ലാമിന്റെ മഹാകവികളായിട്ടുള്ള ഫിർദൌസി, ഹാഫിദ് ഷിറാസി, ജലാലുദ്ദീൻ റൂമി പേർഷ്യക്കാരനാണ്. ഒക്കെ ഇറാനികളാണ്. ഇവരൊന്നും കാവ്യങ്ങൾ രചിച്ചത് പോലും അറബിയിലല്ല, പേർഷ്യൻ ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ അറബി കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയായിരുന്നു അക്കാലത്ത്. അതുകൊണ്ടാണ് അല്ലാമ ഇക്ബാലൊക്കെ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് പേർഷ്യൻ ഭാഷയിലായിരുന്നു. ഇനി തസവുഫിന്റെ പട്ടിക നോക്കിയാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, മുഹിദ്ദീൻ ഷെയ്ഖ് ഇറാനിയാണ്. റിഫായി ഷെയ്ഖ്, ബഹാഉദ്ദീൻ നക്ഷബന്ദ്, ഹല്ലാജ്, അജ്മീർ ഖാജ, സുൽത്താനുൽ ഹിന്ദ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ആള് ഇറാനിയാണ്. ഇസ്ലാം മതത്തില് ഇറാനികളുടെ സംഭാവന എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. ഇസ്ലാം മതത്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു രൂപം എന്ന് പറയുന്നത് അത് ഇറാനികളുടെ സംഭാവന തന്നെയാണ്.